നമസ്കാരം. കേരളത്തിൽ സ്വർണ്ണവിലയിൽ വർധനമുണ്ടായിരിക്കുകയാണ്. 2025 വർഷത്തിന്റെ ആദ്യ ദിനം വില കുറയുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് തിരിച്ചടി കിട്ടുന്ന വാർത്തയായിരുന്നു ഇന്ന് കണ്ടത്. കഴിഞ്ഞ ദിവസം കുറഞ്ഞ അത്രയും തുക ഇന്ന് വർദ്ധിക്കുകയായിരുന്നു. ഈ വർഷം സ്വർണ്ണവില കുതിച്ചുയരുമെന്നും ഇല്ല എന്നും രണ്ട് രീതിയിൽ പ്രവചനങ്ങളുണ്ട്. സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് ആശങ്കകൾ ഉണ്ടാക്കുന്നതാണ് ഇന്ന് വിപണിയിൽ നിന്നുള്ള വിവരങ്ങൾ. ക്രൂഡ് ഓയിൽ വില കുതിക്കുന്നു എന്നതാണ് പുതിയ മാറ്റം. ഇന്ത്യൻ രൂപ കരുത്ത് ചോർന്ന് കടുത്ത പ്രതിസന്ധിയിലാണ് ഇപ്പോൾ. ഡോളർ കരുത്ത് കൂട്ടുന്നതും രൂപയ്ക്ക് തിരിച്ചടിയാണ്. ആഗോള വിപണിയിൽ സ്വർണ്ണവില നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ വില നേരിയ തോതിൽ ഉയർന്ന ശേഷം ഇടിയുകയായിരുന്നു. ഇനി സ്വർണ വിലയെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് വരാം. കേരളത്തിൽ സ്വർണം പവന് 320 രൂപയാണ് ജനുവരി മാസം 1-ാം തീയതി വർഷത്തിന്റെ ആദ്യ ദിവസം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഗ്രാമിന് 40 രൂപയാണ് കൂടിയത്. 22 കാരറ്റ് സ്വർണം പവന് 57,200 രൂപയും ഗ്രാമിന് 7,150 രൂപയുമാണ് ഇന്നത്തെ വില. ആഗോള വിപണിയിൽ ഔൺസ് സ്വർണത്തിന് $2,624 വില ഉയർന്നിട്ടുണ്ട്. അതേസമയം 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 30 രൂപ വർദ്ധിച്ച 5,905 രൂപയിലെത്തിയിട്ടുണ്ട്. വെള്ളിയുടെ വില ഗ്രാമിന് 93 രൂപ എന്ന നിരക്കിൽ തുടരുകയാണ്. ഇന്ന് സ്വർണം ആഭരണമായി വാങ്ങുന്നവർക്ക് 62,000-ന് മുകളിലാണ് ചെലവായിട്ട് വരുന്നത്. 5% പണിക്കൂലി, സ്വർണത്തിന്റെയും പണിക്കൂലിയുടെയും ആകെ തുകയ്ക്ക് 3% GST കൂടി ചേർത്താണ് ചിലവ് വരിക. അതേസമയം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് 2 മുതൽ 4% വരെ കുറച്ചുള്ള വില കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2024-ൽ സ്വർണത്തിന് 27% വില വർധനവാണ് ഉണ്ടായത്. 2025-ലും സമാനമായ വില മുന്നേറ്റം സ്വർണത്തിനുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ആഗോള രാഷ്ട്രീയ അന്തരീക്ഷം, സാമ്പത്തിക ക്രമം, അമേരിക്കയുടെയും മറ്റു രാജ്യങ്ങളിലും തമ്മിലുള്ള നയങ്ങൾ, പലിശ നിരക്കിലെ മാറ്റം, ഡോളർ രൂപ വ്യതിയാനം എന്നിവയെല്ലാം സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. അമേരിക്കൻ ഭരണകൂടം ബിറ്റ്കോയിനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന സൂചന കിട്ടിയ വേളയിൽ ഈ ക്രിപ്റ്റോ കറൻസിക്ക് വില കുത്തനെ കുതിച്ചിരുന്നു. എന്നാൽ മറിച്ചുള്ള സൂചനകൾ വന്നതോടെ ഇടിയുകയായിരുന്നു. ഇപ്പോൾ $93,000 വില. ഡോളർ സൂചികയിലെ മുന്നേറ്റമാണ് എല്ലാ രാജ്യങ്ങളെയും ആശങ്കയിലാക്കുന്നത്. $108.48 ഇപ്പോഴത്തെ നിരക്ക്. രൂപ തകർന്നടങ്ങി 85.79 എന്ന നിരക്കിലേക്ക് എത്തിയിട്ടുണ്ട്. രൂപ കയറിയിട്ടില്ല എങ്കിൽ ആഭ്യന്തരമായി ഇന്ത്യക്ക് വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും. അവശ്യ വസ്തുക്കൾക്കെല്ലാം വില കൂടും. മാത്രമല്ല, ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ വിലയും വർദ്ധിക്കും. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന വസ്തുവാണ് ക്രൂഡ് ഓയിൽ. ബ്രന്റ് ക്രൂഡ് ബാരലിന് ഇന്ന്, അതായത് ജനുവരി മാസം 1-ാം തീയതി $74 കടന്നിട്ടുണ്ട്. മറ്റ് ക്രൂഡുകളുടെ വിലയും വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ബജറ്റ് താളം തെറ്റിക്കുന്നതാണ് ഇത്.